الشيطان الرجيم. بسم الله الرحمن الرحيم. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباعوا بغضب على غضب وللكافرين عذاب مهين. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 90, 91, 92 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത് ഇന്നത്തെ ദിവസം. അല്ലാഹു ഈ പാരായണം കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്ന വിഷയത്തിന്റെ തുടർച്ചയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തി പ്രബോധനം ആരംഭിച്ചു. അന്ന് മദീനയിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് യഹൂദന്മാർ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത അസൂയയും, തങ്ങളോട് മാത്രമല്ല തങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ പരിശുദ്ധമായ ഖുർആനിനോട് പോലും വലിയ അമർഷവും അസൂയയും അവർക്കുണ്ടായിരുന്നു. അത് ചില സന്ദർഭങ്ങളിൽ അവർ പ്രകടമാക്കുകയും ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഈ 3 ആയത്തുകളിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് ബിഇസ മഷ്തറൗ ബിഹി അൻഫുസഹും, അവർ സ്വയം വിറ്റുവാങ്ങിയത് എത്ര ചീത്തയാണ്, എത്ര മോശമായ കച്ചവടമാണ് അവർ നടത്തിയത്. വിറ്റുവാങ്ങിച്ചത്, പകരം വാങ്ങിച്ചത് വളരെ മോശമാണ്. അതെന്താ കാരണം? ബിമാ അൻസലല്ലാഹു ബഗിയൻ, അല്ലാഹു അവതരിപ്പിച്ചതിനെ അവര് തള്ളിക്കളഞ്ഞതിലൂടെ. അവിടെ അവതരിപ്പിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആനിനെ അവർ തള്ളിക്കളഞ്ഞു. ഖുർആനിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. എന്താ കാരണം? ഒരു പ്രധാനപ്പെട്ട കാരണം അയ്യുനസ്സിലല്ലാഹു മിൻ ഫദ്ലിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ, അവന്റെ ദാസന്മാരിൽ അവൻ ഇച്ഛിക്കുന്നവർക്ക് അവന്റെ ഔദാര്യത്തെ അവൻ നൽകും. ചിലരെ അല്ലാഹു തആല ശ്രേഷ്ഠതപ്പെടുത്തും, ചിലർക്ക് അല്ലാഹു അവന്റെ ഔദാര്യം കനിഞ്ഞു നൽകും. അങ്ങനെ ഔദാര്യം കനിഞ്ഞു നൽകുകയും ശ്രേഷ്ഠതപ്പെടുത്തുകയും
ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തും പരിശുദ്ധമായ ഖുർആനും നൽകിയതിനോടുള്ള ശക്തമായ അമർഷവും അസൂയയും ആ കാലഘട്ടത്തിലെ യഹൂദികളായ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത് കാരണത്താലാണ് അവർക്ക് അവതരിപ്പിച്ചു കിട്ടിയ പരിശുദ്ധമായ ഖുർആനിനെ അവർ തള്ളിപ്പറയാൻ നിഷേധിക്കാൻ കാരണമായി തീർന്നത്. ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തുടക്കം കുറിച്ച് ബനൂ ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനാണ്. അപ്പോൾ അവിടെ വെച്ച് പ്രവാചക ശൃംഖല തീർന്നു, അവസാനിച്ചു. ഇനി ഒരു പ്രവാചകൻ ഇനി മുന്നോട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അറബികളുടെ ഇടയിൽ നിന്ന്, അഥവാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പരയിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി കടന്നു വരുന്നത്. ഇത് അവർക്ക് ഒരിക്കലും ദഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. കാരണം പ്രവാചകം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് യഹൂദികളിൽ ചില നേതാക്കന്മാർ, നബി തുല്യമായ ചില നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ കീഴിലായിരുന്നു ബാക്കിയുള്ള ജനങ്ങൾ മുഴുവനും. അപ്പോ ഭരണം നടത്തിയിരുന്ന ഭരണകർത്താക്കളായ ആളുകൾക്ക് വലിയൊരു ഷോക്കാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഈസാ നബിയുടെ കാലശേഷം നമ്മുടെ കൈകളിലാണ് അധികാരം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദാ വരുന്നു അറബികളുടെ ഇടയിൽ നിന്ന്, ഖുറൈശികളുടെ ഇടയിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി നിശ്ചയിക്കുകയും അവിടത്തേക്ക് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ യഹൂദികൾക്ക് കഴിഞ്ഞില്ല. വലിയ അസൂയ തോന്നി. ആ അസൂയ വിദ്വേഷമായി, വൈരാഗ്യമായി അവർ വെച്ചു പുലർത്തുകയുണ്ടായി. പക്ഷെ അതിന് ന്യായമില്ല. അതിനെ ഒരു ന്യായം, അവരെങ്ങനെ വിദ്വേഷം വെക്കുന്നതിനോടൊരു ന്യായമില്ല. അവർ കാണിച്ചത് ന്യായക്കേടാണ്. അതാണ് അള്ളാഹു തുറന്നു പറയുന്നത്. അള്ളാഹു ചിലരെ അവന്റെ ഔദാര്യം കൊടുത്ത് അള്ളാഹു തആല ശ്രേഷ്ഠതപ്പെടുത്തി. ഈ ഉമ്മത്തിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതപ്പെടുത്തി. അതിന്റെ പേരിൽ അവർ അസൂയപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ അവർ വിദ്വേഷം വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ അള്ളാഹുവിന്റെ കൊടിയ കോപത്തിന് അവർ ഇരയായി മാറുകയുണ്ടായി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അള്ളാഹുവിന്റെ ശാപം അവരുടെ മേൽ വന്നു ഭവിച്ചു. രണ്ടാമത് ഇവിടെ പറയുന്നു അള്ളാഹുവിന്റെ കോപത്തിന് അവർ ഇരയായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അസൂയ, പരിശുദ്ധമായ ഖുർആനിനോടുള്ള വിദ്വേഷം, ഇത് രണ്ടും അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായി തീർന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വലിൽ കാഫിരീന അദാബുൻ മുഹീൻ, സത്യനിഷേധികൾക്കാണ് ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും മോശമായ ശിക്ഷ നാളെ നൽകപ്പെടുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ, കിബ്രന്മാരെ, അഹങ്കാരികളെ നാളെ അല്ലാഹു ഖബറുകളിൽ നിന്ന് ഖിയാമത്ത് നാളിൽ ഖബറുകളിൽ നിന്ന് അവരെ യാത്രയാക്കുന്നത്, അവരെ ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അംസാലുദ്ദുർരി ഫീ സുവരിന്നാസ്, ജനങ്ങളുടെ രൂപമുണ്ടായിരിക്കും അവർക്ക്, മനുഷ്യരുടെ രൂപമാണ് അവർക്ക് ഉണ്ടാവുക. പക്ഷേ ഏറ്റവും ചെറിയ അണുവിനെ പോലെ, ഒരു പ്രാണിയുടെ അത്രയുമേ അവരുണ്ടാവുകയുള്ളൂ. ആ രീതിയിലായിരിക്കും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? അവരെ മഹ്ശറിലേക്ക് യാത്രയാക്കുന്നത്. എന്താ കാരണം? യഅലൂഹും കുല്ല ശൈഇൻ മിനസ് സിഗാരി, അവർ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഏറ്റവും ഉയർന്നവരാണ്, ടോപ്പിലുള്ള ആളുകളാണ് എന്ന ചിന്താഗതി വെച്ച് പുലർത്തിയിരുന്നവരാണ്. അതാണല്ലോ അഹങ്കാരം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ്, എനിക്കപ്പുറത്ത് വേറെ ഒരാളില്ല എന്നുള്ളൊരു മനോഭാവമാണല്ലോ കിബറെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു മനോഭാവമുള്ളവരെ
അല്ലാഹു തആല നാളെ ഹാജരാക്കുന്ന എങ്ങനെയാണ്? ജനങ്ങളുടെ മുന്നിൽ മനുഷ്യരുടെ കോലം ഉണ്ടായിരിക്കും, പക്ഷേ ഏറ്റവും ചെറിയ അണുവിന്റെ രൂപത്തിലായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്ദ്യനും നികൃഷ്ടനുമായിട്ടായിരിക്കും അവരെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടുക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നിട്ടോ അവരെ നരകത്തിലേക്ക് എറിയപ്പെടുകയും തീനത്തുൽ ഖബാൽ എന്ന് പറയപ്പെടുന്ന ഒരുതരം പാനീയം അവരെ കുടിപ്പിക്കപ്പെടുകയും ചെയ്യും. തീനത്തുൽ ഖബാൽ എന്ന് പറയപ്പെടുന്ന പാനീയം അവരെ കുടിപ്പിക്കും. എന്തൊരു പാനീയമാണത്? ജ്യൂസൊന്നുമല്ല, അടിച്ചു കുടിക്കുന്ന ജ്യൂസ്, ഫ്രഷ് ജ്യൂസൊന്നുമല്ല. ജനങ്ങളുടെ നരകത്തിലേക്ക് പതിച്ച ആളുകളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തവും ചലവും ചീഞ്ചലവും ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി തിളപ്പിക്കപ്പെട്ട ഒരു തരം പാനീയമാണ് തീനത്തുൽ ഖബാൽ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതായിരിക്കും ഈ അഹങ്കാരികൾക്ക് കുടിക്കാൻ കൊടുക്കുക. അപ്പൊ അതാണ് അല്ലാഹു പറഞ്ഞത്, വലിൽ കാഫിരീന അദാബും മുഹീൻ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷയായിരിക്കും നാളെ ഇത്തരക്കാരെ കാത്തിരിക്കുന്നത്. അസൂയയുടെ പേരിൽ വിദ്വേഷം വെച്ചു പുലർത്തിയിരുന്ന ഇത്തരക്കാർക്ക് കാത്തിരിക്കുന്ന ശിക്ഷ എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. ഇനിയോ വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹ്, ഇനി അവരോടെങ്ങാനും ഇങ്ങനെ പറയപ്പെട്ടാൽ, എങ്ങനെ? അല്ലാഹു ഇറക്കി തന്ന ഈ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കും എന്ന് അവരോട് പറയപ്പെട്ടാലോ അവർ പറയും, ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, അവർ പറയും, ഞങ്ങളുടെ മേൽ ഇറക്കപ്പെട്ട തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഇറക്കി തന്ന തൗറാത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വയഖ്ഫുറൂന ബിമാ വറാഅഹു, അതിനുശേഷം ഇറങ്ങിയതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അതാണ് അവരുടെ ന്യായം. ഞങ്ങൾക്ക് ഇറക്കി തന്ന പരിശുദ്ധമായ തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ ഞങ്ങൾക്ക് ശേഷം അതിന്റെ പിന്നാലെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏത് സ്ഥിതിയിൽ? വഹുവൽ ഹഖ്ഖു മുസദ്ദിഖൻ ലിമാ മഅഹും, പരിശുദ്ധമായ ഖുർആനാകട്ടെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ വേദത്തെയും ശരിവെച്ചുകൊണ്ടിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ പ്രബോധന രംഗത്ത് നിൽക്കുന്നത്, തള്ളി പറഞ്ഞുകൊണ്ടിട്ടല്ല. മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും, മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും സത്യസന്ധരാണെന്ന് ശരിവെക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. എന്നിരിക്കെ ഈ ഖുർആനിനെ അംഗീകരിക്കാൻ യഹൂദികളായ ആളുകൾ അക്കാലത്ത് അവർ തയ്യാറായില്ല. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, നബി അവരോട് ചോദിക്കുക, ശരി, നിങ്ങൾ ഈ പറഞ്ഞ ന്യായം തൗറാത്തിന് ശേഷം പിറകെ വന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ശരി, നിങ്ങൾ പറയുന്ന ന്യായത്തെ ശരിവെച്ചുകൊണ്ടിട്ട് അള്ളാഹ് ചോദിക്കാൻ പറയുകയാണ്, ഖുൽ, നബിയെ ചോദിക്ക്, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബൽ, നിങ്ങൾ തൗറാത്തിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അമ്പിയാക്കളെ അറുകൊല ചെയ്തത്? നബിമാരെ നിങ്ങൾ എന്തിനാണ് കൊല ചെയ്തത്? ചോദിക്കൂ നബി അവരോട്. എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി സംവദിച്ചത്. എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി സംവദിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അല്ലാഹ് വഹി കൊടുക്കുന്നു, അത് സംഭവിക്കുന്നു. ചോദിക്കൂ നബിയെ, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ് മിൻ ഖബലു ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് എങ്കിൽ പിന്നെ എന്ത് ന്യായമാണ് അമ്പിയാക്കളെ കൊല ചെയ്തതിലുള്ളത്? ഉത്തരം മുട്ടിപ്പോയി. അവർക്ക് മറിച്ചൊന്നും പറയാനില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ജാഅകും, അടുത്ത സംഭവത്തിലേക്ക് നീങ്ങാം, അടുത്ത സംഭവത്തിലേക്ക് നീങ്ങാം. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യഹൂദികളുടെ വ്യക്തമായ തെളിവുകളുമായി ദൃഷ്ടാന്തങ്ങളുമായി പ്രബോധനം ആരംഭിച്ചു, നബിയായിട്ട് വന്നു.
സുമ്മത്തഖദതുമുൽ ഇജ്ല മിൻ ബഅദിഹി, അല്ലാഹു ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പ്രബുദ്ധരാക്കിയ ഒരു ജനത മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം പശുക്കുട്ടിയെ ദൈവമായി അവർ ആരാധിക്കുകയില്ല. സുമ്മത്തഖദതുമുൽ ഇജ്ല മിൻ ബഅദിഹി, പിന്നെയും പശുക്കുട്ടിയെ ദൈവമാക്കി നിങ്ങൾ ആരാധിക്കുകയുണ്ടായി. വഅൻതും ളാലിമൂൻ, അതിലൂടെ നിങ്ങൾ അക്രമമല്ലേ കാണിച്ചത്? നിങ്ങൾ ഏറ്റവും വലിയ അക്രമമല്ലേ ആ വിഷയത്തിൽ നിങ്ങൾ ചെയ്തത്? അള്ളാഹുവിനെ പകരം പശുക്കുട്ടിയെ ദൈവമാക്കി അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിർത്തി, എന്നിട്ട് നിങ്ങൾ പശുക്കുട്ടിയെ ആരാധിച്ചു. ഇത് ചെയ്തതും ഏറ്റവും വലിയ അക്രമമല്ലേ? അതുകൊണ്ട് നിങ്ങൾ അക്രമികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിലെ പ്രബലമായ, പ്രത്യേകിച്ച് മദീനയിലെ പ്രബലമായ വിഭാഗമായിരുന്നു യഹൂദികളായ ആളുകൾ. അവർ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കാതിരിക്കാനും ഖുർആനിനെ അംഗീകരിക്കാതിരിക്കാനും പറയുന്ന ന്യായങ്ങളും അതിലുള്ള മറുപടിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് തെര്യപ്പെടുത്തി മനസ്സിലാക്കി തന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമ്മുടെ ജീവിത പദ്ധതിയാണ്. അതിനെ നാം മനസ്സിലാക്കുക, അതിനെ പഠിക്കുക, അതിനെ പകർത്തുക, അതിനെ പ്രചരിപ്പിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ